എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4th സെമസ്റ്റർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ടേംസാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ മീനിങ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തു വരുന്ന കുറേ ടേംസാണ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. Quantitative techniques are those techniques which provide the decision makers a systematic and powerful means of analysis based on quantitative data. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കേഴ്സിന് ഒരു സിസ്റ്റമാറ്റിക്കും പവർഫുള്ളും ആയിട്ടുള്ള ഒരു അനാലിസിസ് നൽകുന്ന ഒരു ടെക്നിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എല്ലാവരും പഠിച്ചു വെക്കണം, പലതവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡിഫറൻഷിയേഷൻ. It is a mathematical process of finding changes in dependent variable on the basis of changes in independent variable. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ വരുന്ന ചേഞ്ചസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ വരുന്ന ചേഞ്ചസ് ഫൈൻഡ് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇൻ്റഗ്രേഷൻ. ഡിഫറൻഷിയേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലെ ചേഞ്ചസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലെ ചേഞ്ചസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കോറലേഷൻ. പോസിറ്റീവ് കോറലേഷൻ, നെഗറ്റീവ് കോറലേഷൻ, സിമ്പിൾ കോറലേഷൻ. കോറലേഷൻ, it is a statistical technique which can be used to study the relationship between two or more variables. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് കോറലേഷൻ. അതിൽ പോസിറ്റീവ് കോറലേഷൻ വരുന്നുണ്ട്, നെഗറ്റീവ് കോറലേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. വെൻ ദ വേരിയബിൾസ് ആർ വേരിയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് കോറലേഷൻ. വ്യക്തമാണല്ലോ, ഒരേ ഡയറക്ഷനിൽ വേരിയബിൾസ് വേരി ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് കോറലേഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് കോറലേഷൻ. നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ കോറലേഷൻ. ഇഫ് ഓൺലി 2 വേരിയബിൾസ് ആർ സ്റ്റഡിഡ് ഇൻ എ കോറലേഷൻ അനാലിസിസ് ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ കോറലേഷൻ. ഒരു കോറലേഷൻ അനാലിസിസിൽ ആകെ 2 വേരിയബിൾസേ പഠിക്കുന്നുള്ളൂ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ അനാലിസിസ് നടക്കുന്നതെങ്കിൽ അത് സിമ്പിൾ കോറലേഷനാണ്. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ കോറലേഷൻ. ഇഫ് മോർ ദാൻ 2 വേരിയബിൾസ് ആർ സ്റ്റഡീഡ് ഇൻ എ കോറലേഷൻ അനാലിസിസ് ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ കോറലേഷൻ. 2-ലധികം വേരിയബിൾസാണ് ഈ അനാലിസിസിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ കോറലേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് പാർഷ്യൽ കോറലേഷൻ. ഇറ്റ് മീൻസ് ദി മെഷർ ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് വൈൽ കൺട്രോളിംഗ് ദി ഇഫക്റ്റ് ഓഫ് 1 or more അഡീഷണൽ വേരിയബിൾസ്. It means the measure of association between 2 variables while controlling the effect of 1 or more additional variables. ഒന്നോ അതിലധികമോ അഡീഷണൽ വേരിയബിൾസിൻ്റെ എഫക്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ 2 വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ മെഷർ ചെയ്യുന്നതാണ് പാർഷ്യൽ കോറലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലീനിയർ കോറലേഷൻ ആണ്. ഇറ്റ് മീൻസ് സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതാണ് ലീനിയർ കോറലേഷൻ. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ എന്നതാണല്ലോ. നെക്സ്റ്റ് വരുന്നത് നോൺ ലീനിയർ കോറലേഷൻ. ഇറ്റ് മീൻസ് ദർ ഈസ് നോ സ്ട്രെയിറ്റ് ലൈൻ ഓർ കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. ലീനിയറിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ആ 2 വേരിയബിൾസ് തമ്മിൽ ഇല്ലെങ്കിൽ അത് നോൺ ലീനിയർ കോറലേഷനാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്കാറ്റർ ഡയഗ്രാം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറലേഷൻ. കോറലേഷൻ പഠിക്കുന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം പ്രോബബിൾ എറർ. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് വിച്ച് മെഷർ ദി റിലയബിലിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി ഓഫ് വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറലേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറലേഷൻ്റെ വാല്യൂയുടെ ഡിപ്പെൻഡബിലിറ്റിയും റിലയബിലിറ്റിയും മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്. അങ്ങനെ വേണം പ്രോബബിൾ എററിനെ ഡിഫൈൻ ചെയ്യാൻ. നെക്സ്റ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ദ സ്ക്വയർ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറലേഷൻ ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറലേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ ഇത്രയാണ് ടേംസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റിഗ്രഷൻ ആണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോറിലേഷൻ, റിഗ്രഷൻ, ഈ ടേംസ് ഒക്കെ. റിഗ്രഷൻ, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ദി ഡാറ്റ. രണ്ടോ അതിലധികമോ വേരിയബിൾസിൻ്റെ ആവറേജ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന, അത് ഒറിജിനൽ യൂണിറ്റ്സിൽ തന്നെ, ആ ഡാറ്റയുടെ ഒറിജിനൽ യൂണിറ്റ്സിൽ തന്നെ അതിൻ്റെ ആവറേജ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിഗ്രഷൻ എന്ന് പറയുന്നത്. അതിന് ലീനിയർ റിഗ്രഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉണ്ട്. ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിഗ്രഷൻ വിച്ച് യൂസസ് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു എക്സ്പ്ലെയിൻ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ യൂസ് ചെയ്യുന്നതിനെയാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിഗ്രഷൻ വിച്ച് യൂസസ് 2 or more വേരിയബിൾ ടു എക്സ്പ്ലെയിൻ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി രണ്ടോ അതിലധികമോ വേരിയബിൾസ് യൂസ് ചെയ്യുമ്പോഴാണ് അതിനെ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റിഗ്രഷൻ ലൈൻ. ഇമ്പോർട്ടൻ്റ് ആണ് റിഗ്രഷൻ ലൈൻ. ഇറ്റ് ഈസ് എ ലൈൻ വിച്ച് ഷോസ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈയുടെ ആവറേജ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ലൈനാണ് എന്ത്? റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ ഇക്വേഷൻ, ഇറ്റ് ഈസ് ദി ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദി റിഗ്രഷൻ ലൈൻസ്. റിഗ്രഷൻ ലൈൻസിൻ്റെ നമ്മൾ എക്സ്പ്രഷനാക്കി മാറ്റി എഴുതുമ്പോൾ അതിനെയാണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷനായി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോബബിലിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ, സാമ്പിൾ പോയിൻ്റ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രോബബിലിറ്റി റെഫേഴ്സ് ടു ദി ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ്. ഒരു ഇവൻറ്റിൻ്റെ ഹാപ്പനിങ്ങോ അല്ലെങ്കിൽ നോൺ ഹാപ്പനിങ്ങിൻ്റെ ചാൻസ് റെഫർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചാൻസ് ആണത്. നെക്സ്റ്റ് ഈസ് സാമ്പിൾ പോയിൻ്റ്. എവ്രി ഇൻഡീകമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ ഇൻഡീകമ്പോസിബിൾ ഔട്ട്കമ്മിനെ എന്ന് നമുക്ക് പറയാം സാമ്പിൾ എന്ന് പറയാം. Sample space, it is a set containing all the sample points of that random experiment. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ എല്ലാ സാമ്പിൾ പോയിൻറ്റ്സും അടങ്ങിയിരിക്കുന്ന സെറ്റാണ് സാമ്പിൾ സ്പേസ്. നെക്സ്റ്റ് ഈവൻറ്റ്, ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് ഈവൻ്റ് ആയിട്ട് വരുന്നത്. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. 2 events are said to be equally likely if any one of them cannot be expected to occur in preference to other. 2 ഇവൻറ്റ്സ് ഈക്വലി ലൈക്ലി ആണ് എന്ന് പറയണമെങ്കിൽ ഒരു ഇവൻറ്റിന് മറ്റൊരു ഇവൻറ്റിനേക്കാൾ ഒരു പ്രിഫറൻസ്, അത് ഒക്കർ ചെയ്യാൻ ഒരു പ്രിഫറൻസ് ഉണ്ടായിരിക്കരുത്. രണ്ടും ഒരേപോലെ ഒക്കർ ചെയ്യും എന്നുള്ളതാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സിൽ പറയുന്നത്. Mutually exclusive events. A set of events are said to be mutually exclusive of occurrence of one of them excludes the possibility of the occurrence of others. A set of events are said to be mutually exclusive of occurrence of one of them excludes the possibility of the occurrence of others. ഒരു ഇവൻ്റ് ഒക്കർ ചെയ്താൽ അത് മറ്റേ ഇവൻ്റ് ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്സിൻ്റെ എല്ലാ പോസിബിൾ ഔട്ട്കംസും ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. ഹാപ്പനിങ് ഓഫ് വൺ ഇവൻറ്റ് അഫക്റ്റ് ദി ഹാപ്പനിങ് ഓഫ് അതർ ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. അതായത് ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു ഇവൻറ്റിൻ്റെ ഹാപ്പനിങ് മറ്റൊരു ഇവൻറ്റിൻ്റെ ഹാപ്പനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ വരുന്നത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡെഫിനിറ്റ് ഓർഡർ. ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ ഒബ്ജക്ട്സ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദിയർ ഓർഡർ. ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യുന്നു, ബട്ട് അതിലൊരു പ്രശ്നമേ അല്ല, അത് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് കോമ്പിനേഷൻ. നെക്സ്റ്റ് വരുന്നത് വെൻ ഡയഗ്രാം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് ഡയഗ്രാം ഈസ് നോൺ ആസ് വെൻ ഡയഗ്രാം. സെറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്
റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രാംസിനെയാണ് നമുക്ക് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. Theoretical distribution is a distribution obtained for a random variable on the basis of a mathematical model. It is also called probability distribution. Probability distribution എന്നും ഈ theoretical distribution പറയും. നെക്സ്റ്റ് വരുന്നത് റാൻഡം വേരിയബിൾ. ഇറ്റ് ഈസ് എ വേരിയബിൾ ഹൂസ് വാല്യൂ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം ആണ് ഈ ഒരു വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് ദ റാൻഡം വേരിയബിൾ ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അസ്യൂംസ് സ്പെസിഫിക് വാല്യൂസ് ഓൺലി. ഒരു സ്പെസിഫിക് വാല്യൂസ് മാത്രമാണ് റാൻഡം വേരിയബിൾ ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് സ്പെസിഫിക് ആണ്, അതായത് ഡിസ്ക്രീറ്റ് ആണ് എന്നുള്ളതാണ് അർത്ഥം. ഇത്രയും ടേംസാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് QT-യിൽ 3 മാർക്സിന് ചോദിക്കുന്നത്. ഓക്കെ, ഈ ടേംസുകളൊന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. 3 മാർക്സ് എല്ലാം തന്നെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.